ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയെ പറ്റി സംസാരിക്കാനാണ്. അതായത് +1കാർക്കും +2കാർക്കും ഒരുപോലെ സന്തോഷിക്കാൻ പറ്റിയൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ മാത്സ് വാല്യൂഷൻ എങ്ങനെയായിരിക്കും, ലിബറൽ ആയിട്ടാണോ സ്ട്രിക്റ്റ് ആയിട്ടാണോ വാല്യൂ ചെയ്യുന്നത്, നമുക്ക് മാർക്ക് അധികം കിട്ടുമോ അതോ തോപ്പിക്കാനാണോ സാധ്യത കൂടുതൽ, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാ വർഷം കണ്ടുവരുന്നൊരു കാര്യം തന്നെയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ. സ്വാഭാവികം. ഇതിൻ്റെ വാല്യൂഷൻ എങ്ങനെയാണ്, ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലിബറലും അല്ല എന്നാൽ സ്ട്രിക്റ്റും അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കാണ് ഇതിൻ്റെ വാല്യൂഷൻ വരുന്നത്. അപ്പോൾ കുറേ കൂട്ടർ ചോദിക്കും, അപ്പോൾ നമുക്ക് മാർക്ക് ഇട്ട് തരാൻ സാധ്യതയില്ലേ? ടീച്ചേഴ്സിൻ്റെ മാക്സിമം ഇട്ടാണ് ഇതിൽ വാലിഡേറ്റ് ചെയ്യുന്നത്, അല്ലാതെ അവർ എന്തായാലും കുട്ടികളുടെ മാർക്ക് കുറയ്ക്കാൻ ശ്രമിക്കാറില്ല. അതെല്ലാ വർഷം കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ കുറേ സ്റ്റെപ്സ് എഴുതിയിട്ട് ആൻസർ തെറ്റായിപ്പോയി, പക്ഷേ സ്റ്റെപ്സൊക്കെ കറക്റ്റ് ആണെങ്കിൽ അതിന് മാർക്ക് തരും. അങ്ങനെയാണ് ടീച്ചേഴ്സ് ചെയ്യാറ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ മാക്സിമം മാർക്ക് കിട്ടാൻ ശ്രമിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്നെ അറിയാം, നമുക്കൊന്നും ഉണ്ടാക്കി എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ടീച്ചേഴ്സിന് മാർക്ക് കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ വിഷയമാണ്, നമുക്കിപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോഴത്തേക്കും ടീച്ചേഴ്സിന് ആ ഒരു പാരഗ്രാഫ് വേണ്ടി അതിന് മാർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ മാത്സിന് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് അവിടെ വരുന്നൊരു ഏക പ്രശ്നം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഇതിൽ ഡബിൾ വാല്യൂഷൻ വരുന്നുണ്ട്, അതുകൊണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. സാധാരണ ഒരു ടീച്ചറാണ് നമ്മുടെ എല്ലാ പേപ്പറും നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് വരികയാണെങ്കിൽ അത് 2 ടീച്ചേഴ്സായിരിക്കും നോക്കുന്നത്, അല്ലാതെ അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൽ മാർക്ക് വെട്ടിക്കുറയ്ക്കാൻ 2 ടീച്ചേഴ്സും കൂടെ ശ്രമിക്കുമെന്നാണ് കുറേ കൂട്ടർക്ക് അറിയേണ്ട ഒരു കാര്യം. ഈ 2 ടീച്ചേഴ്സുമാർ അവിടെ ഇരിക്കുന്നത് കുട്ടികളുടെ മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് എന്തെങ്കിലും മാർക്ക് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ടീച്ചേഴ്സ് നോക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും തമ്മിൽ നോക്കണ പേപ്പറിൽ എന്തെങ്കിലും 10% മേലെ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് 3ാമത്തെ ടീച്ചറായിരിക്കും നോക്കുന്നത്, അവരായിരിക്കും പിന്നെ അവസാനം വാല്യൂ ചെയ്യുന്നത്. അതാണ് അവിടെ വരുന്നൊരു കാര്യം. പിന്നെ അതിൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അനിയത്തിമാരെ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ ഏകദേശം എഴുതിയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിരിക്കും, അത് ഞാനാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് പൊങ്കാലിട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ +1 എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പൊതുവേ വാല്യൂഷൻ ഇച്ചിരി ലിബറലാണ്, അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല. +2ലാണ് ഞാൻ പറഞ്ഞൊരു കാര്യം വരുന്നത്, അതായത് ലിബറലും അല്ല എന്നാൽ സ്ട്രിക്റ്റും അല്ല, ഇതിൻ്റെ നടുക്ക് വരുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയുള്ളത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാത്സിനെ പറ്റി ആലോചിച്ച് പേടിക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്സ് കൊണ്ടിട്ടല്ല നിങ്ങൾ നാളെ ജോലി ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറേ കൂട്ടർ പറയും ഞാൻ തോക്കുന്നൊക്കെ. ഒരിക്കലും തോക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആരും ഇങ്ങനെ പേടിച്ചിരിക്കരുത്. നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പേടിച്ചിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പേടിക്കരുത്. നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് ഉണ്ടാവും. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനല്ല, മാർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ കാര്യം നിങ്ങളുടെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവനും കൂടെ ഒന്ന് സന്തോഷിച്ചിട്ട്. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ അടുത്ത് എത്തുന്നതായിരിക്കും. അതായിരിക്കും ബൈ.